കഴിഞ്ഞൊരു വീഡിയോയിൽ സ്ത്രീ ശാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ പുരുഷന്മാർ അത് ഇഷ്ടപ്പെടില്ല. സത്യം അതാണ്. ഞാൻ ഇന്ന് പറയുന്ന കാര്യം പുരുഷന്മാരെക്കുറിച്ചാണ്. സ്ത്രീ ശാപം പോലെ തന്നെയാണ് പുരുഷ ശാപവും. സ്ത്രീകളുടെ ശാപത്തെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ എല്ലാവരും അങ്ങനെ കൂടുതലായിട്ട് പറയുന്നതിൻ്റെ കാരണം സ്ത്രീകളാണ് കൂടുതലും അത് ദുഃഖം അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പുരുഷന്മാരെ കുറ്റപ്പെടുത്തുകയല്ല. പുരുഷ ശാപത്തിനും സ്ത്രീ ശാപത്തിൻ്റെ അതേ ശക്തി തന്നെയുണ്ട്. എങ്ങനെയാണ് ഒരു പുരുഷ ശാപം കിട്ടുന്നറിയോ? നിങ്ങൾ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുന്നു, സ്നേഹിച്ച് നടന്നിട്ട് ആ പുരുഷൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആ പുരുഷനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, അതായത് ഒരു കാരണമില്ലാതെ നിങ്ങൾ അകന്നു പോവുകയാണെങ്കിൽ, അതായത് ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ മാത്രം സ്നേഹിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പ്രശ്നവുമില്ലാതെ അയാളെ നിങ്ങൾ ഒഴിവാക്കിയാണ് പോകുന്നതെങ്കിൽ അയാളുടെ മനസ്സപ്പോൾ വേദനിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പുരുഷ ശാപം എന്ന് പറയുന്ന സംഭവം ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ രണ്ട്, കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ ഭാര്യ ഭർത്താവ് പരസ്പരം സ്നേഹിച്ച് ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസത്തോടുകൂടി നിൽക്കുന്നു. ഞാൻ ചതിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ എന്നെ ചതിക്കില്ല, ഇവനെന്നെ ചതിക്കില്ല, ആ ഒരു സമ്പ്രദായത്തിലാണല്ലോ ജീവിക്കുന്നത്. ആ സമയത്ത് പുരുഷൻ വേറൊരു സ്ത്രീയുടെ പുറകെ പോകുമ്പോൾ അതുപോലെ തന്നെയാണ്, ഒരു കാരണം കൂടാതെ ആ പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ ഭാര്യമാർ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ മറ്റു പുരുഷനുമായിട്ട് സ്നേഹബന്ധത്തിലാകുന്നതിലൊന്നും കുഴപ്പമില്ല. ഇപ്പം ഒരു സ്ത്രീ ഇപ്പം ഭർത്താവ് കൂടെയുണ്ട് എന്നും പറഞ്ഞിട്ട് അവർ വേറൊരു പുരുഷനുമായിട്ട് സ്നേഹബന്ധത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലാവുന്നതൊന്നും യാതൊരു തെറ്റുമില്ല. അതിനൊന്നും ഞാനൊരിക്കലും കുറ്റം പറയുന്നു, തെറ്റ് പറയുന്ന ഒരാളല്ല. സൗഹൃദങ്ങളൊക്കെ നല്ലതാണ്. ആരോഗ്യപരമായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നല്ലതാണ്. കാരണം ചില ഭാര്യമാരല്ല, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഭർത്താക്കന്മാർ പറയാൻ പറ്റുന്ന ചില ഭർത്താവിൻ്റെ ചിലപ്പോൾ സ്വഭാവവും പെരുമാറ്റമൊക്കെ അങ്ങനെയായിരിക്കാം. പക്ഷെ അവർക്ക് ഒരു സുഹൃത്തിനോട് പറയും. അവർ അത് പെണ്ണ് സുഹൃത്തായിരുന്നാലും ആൺ സുഹൃത്തായിരുന്നാലും ആ സുഹൃത്തിനോടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഒരു ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് സൗഹൃദത്തിൽ വയ്ക്കുന്നതോ അല്ലെങ്കിൽ ആ സൗഹൃദം പ്രണയമാണെന്ന് വെച്ചോളൂ, എങ്കിലും അവർക്ക് അവരോട് പറയാനൊരു ധൈര്യം ഉണ്ടാവും, ഒരു സൊല്യൂഷൻ കണ്ടെത്താനുണ്ടാകും. ആ ബന്ധം ഒരിക്കലും തെറ്റല്ല, അതൊരിക്കലും തെറ്റല്ല, നല്ലത് തന്നെയാണ്, ആരോഗ്യപരമായിട്ട് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സ്ത്രീ, ഈ പുരുഷൻ ആ സ്ത്രീയെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഭാര്യയെ വിശ്വസിക്കുകയും അയാൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, അയാൾ ആ ഭാര്യയെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഭാര്യ ഒരു പുരുഷനുമായിട്ട് സൗഹൃദത്തിൽ വെച്ചുകൊണ്ട് ആ പുരുഷനുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്, 100% തെറ്റാണ്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു ഭാര്യയും ഏതൊരു പെണ്ണും അനുഭവിക്കും, ഒരു സംശയം വേണ്ട അതിനകത്ത്, 100% എഴുതി വെച്ചു. പക്ഷെ ആ അനുഭവിക്കുന്നത് എങ്ങനെയെന്നറിയാവോ? നിങ്ങൾക്ക് അപ്പോഴുണ്ടാവില്ല, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ തെറ്റ് ആവർത്തിച്ച് ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ തെറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ഒന്നുകിൽ ആ ബന്ധം സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ദൈവം അവിടെ നിങ്ങളെ ശിക്ഷിക്കില്ല. ശരി, നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ തെറ്റ് ചെയ്തു പോയി, അവിടെ പ്രശ്നമില്ല. പക്ഷെ വീണ്ടും നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറ്റമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമാണ്, ദൈവം ശിക്ഷിച്ചിരിക്കും നിങ്ങളെ. ആ ശിക്ഷ വരുന്നത് അറിയാവോ? രോഗമായിട്ടാണ്. ഭർത്താവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് രോഗമായിട്ട് വരും നിങ്ങൾക്ക്. ആ രോഗമായിട്ട് വരുന്നത് എൻ്റെ ഒരു അറിവിൽ, എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് അവർക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖം വരും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖമാണ് മെയിനായിട്ട് കാണുന്നത്. മൂത്രാശയ സംബന്ധമായ കാര്യങ്ങൾ വരും. പിന്നെ നടുവിന് അല്ലെങ്കിൽ കാലിന് ഒക്കെയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുണ്ടാവും. അത്
സ്ലോ പോയിസൺ പോലെ പതിയെ 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 നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത, അതായത് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ തെറ്റുകൾ ചെയ്യുന്നത്. പുരുഷൻ ചെയ്യുന്നത് തന്നെയാണ്, നിങ്ങളും ആരോഗ്യമുള്ളത് കൊണ്ടാണല്ലോ ചെയ്യുന്നത്. ആരോഗ്യത്തെ ദൈവം ഇല്ലാതാകും, നിങ്ങൾക്കറിയില്ല. എപ്രകാരമെന്നാൽ ആ പുരുഷൻ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരിക്കണം. അല്ലാതെ അയാളും വേറെ പെണ്ണുങ്ങളെ പിറക്കെ പോകുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേറൊരു പുരുഷനുമായിട്ട് സ്നേഹത്തിലാവുകയോ അല്ലെങ്കിൽ വേറെ റിലേഷൻ ഉണ്ടാക്കി ചെയ്താൽ തെറ്റല്ല, അല്ലാത്ത പക്ഷം തെറ്റാണ്. ആ തെറ്റ് തന്നെയാണ്, പുരുഷശാപമാണ്. പുരുഷൻ അങ്ങനെ കരയാറില്ല. പക്ഷേ അയാൾ കരയുന്ന എപ്പോഴാണ് അറിയാമോ? അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും, അതായത് അയാൾക്കത് മറികടന്ന് പോകാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കുള്ള സങ്കടം വരുമ്പോഴാണ് അയാളുടെ കണ്ണ് നിറയുന്നത്. അയാളുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ഒരു ദുരന്തമാണത്. അതുകൊണ്ട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഭർത്താവിനെ സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വേറൊരു പുരുഷനുമായിട്ട് നിങ്ങളെ സ്നേഹബന്ധത്തിലോ സൗഹൃദത്തിലോ ആയും പറഞ്ഞ് യാതൊരു തെറ്റുമില്ല, അതിന് കുഴപ്പമില്ല. പക്ഷെ ആ ഭർത്താവ് നിങ്ങളെ മാത്രം സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വേറെ തെറ്റ് ചെയ്യരുത്. സൗഹൃദം വെച്ചോ, കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവൻ നശിക്കും, നിങ്ങളും അനുഭവിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് കഴിവതും തെറ്റുകൾ ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ മനുഷ്യനല്ലേ എന്ന് ചിലർ പറയും. മനുഷ്യനല്ലേ, എത്രയൊക്കെ ആയിരുന്നാലും ഇങ്ങനെയല്ലേ. പിന്നെ ഇക്കാലത്തൊക്കെ ഇത് പ്രശ്നമാണോ എന്നാണ് ചില അതിബുദ്ധിയായ പണ്ഡിതന്മാരെന്നോട് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സ്ത്രീശാപത്തെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് അതിന് 2-3 കമൻറ്റുകൾ വന്നെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഫിലിം സ്റ്റാറുകളൊക്കെ എത്രയോ പെണ്ണുങ്ങളെ പിറകെ പോകണു, അവർക്ക് സ്ത്രീശാപം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, എങ്ങനെയൊക്കെ സംഭവിക്കുമോ, അങ്ങനെ ശാപം കിട്ടുമോ എന്നൊക്കെ ചെയ്യുന്നത് ഉറപ്പായിട്ട് കിട്ടും. അത് ഈ ഫിലിം സ്റ്റാറിന് എന്തോ പ്രത്യേകത, കൊമ്പൊന്നുമില്ല അവർക്ക്, സാധാരണ മനുഷ്യനാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു സൗഭാഗ്യം വരുന്നത്, സിനിമയിൽ അഭിനയിക്കുകയാണ് സൗഭാഗ്യം വന്നത്, നിങ്ങൾ സിനിമ നടനായില്ലേ? വ്യക്തിക്ക് വ്യത്യാസമുണ്ടോ? സിനിമ എന്ന് പറയുന്നാൽ നടന്നു പറഞ്ഞത് ഒരു നമുക്കൊരു പുറമേ വരുന്ന ഒരു മുഖംമൂടിയോ അല്ലെങ്കിൽ പുതിയ വസ്ത്രമോ എങ്ങനെ നിങ്ങൾ വിചാരിച്ചോ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലേ നിൽക്കുന്നത്, ആ വ്യക്തി തന്നെയാണ്, വ്യത്യാസമില്ല. സിനിമാക്കാരെന്ന് പറഞ്ഞിട്ട് അവിടെ ദൈവം അവരങ്ങ് മാറ്റി വയ്ക്കുമോ? ഒന്നുമില്ല. നമ്മളറിയില്ല, ഇവരൊക്കെ ഭയങ്കര സമ്പന്നരല്ലേ, നമ്മളറിയുന്നില്ലല്ലോ അവിടെ എന്ത് നടക്കുന്നത്. സിനിമക്കാരെ വിടൂ, നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ഭയങ്കര സമ്പന്നമുള്ള വീട്ടിലില്ലേ, സാമ്പത്തികമുള്ള വീട്ടിൽ, അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാം, പുറമേക്ക് നമുക്കറിയാമോ? ഒന്നും അറിയത്തില്ല. അതിനകത്ത് നടക്കുന്ന കാര്യം എന്താ നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് അറിയാവും. എനിക്ക് ഒരുപാട് പേര് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ മഹാപണ്ഡിതന്മാർ ഭയങ്കരമായ ചോദ്യങ്ങൾ നിന്നോട് ചോദിച്ചേക്കരുത്. ഉത്തരമില്ലാത്തതുകൊണ്ടല്ല, മറുപടി തരാൻ കഴിയാത്തതുകൊണ്ടാണ്. അറിയാവുന്ന മറുപടി നിങ്ങളടുത്ത് പറഞ്ഞാലും നിങ്ങൾക്കത് സ്വീകാര്യമാകില്ല. പിന്നെ എന്തിനാ ഞാനിങ്ങനെ മറുപടി പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റാക്കുന്നത്? അതുകൊണ്ടാണ് ചെയ്യാത്തത്. അനാവശ്യമായിട്ടുള്ള നമ്മുടെ സംസാരങ്ങളല്ലേ, നമ്മൾ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി വയ്ക്കുന്ന ഏറ്റവും വൃത്തി എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് പറയുന്നതിന് കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാവുന്നൊരു സത്യം, എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ എൻ്റെ അറിവുകളിൽ നിന്നാണ്. എനിക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞു തരും. അത് നല്ല രീതിയിൽ കേൾക്കുന്നെങ്കിൽ നല്ല രീതിയിൽ കേൾക്കുക, അത് ശരിയായ ദിശയിൽ എടുക്കുക, അത് പ്രാവർത്തികമാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര സന്തോഷമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുക, നല്ലപോലെ ജീവിക്കുക, എന്ത് സുഖമാണ്. പുരുഷ സൗഹൃദവും സ്ത്രീ സൗഹൃദവും തെറ്റല്ല, ഞാനതിനെതിരുമല്ല, നല്ലതാണ്. അത് ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് ഇത് കേൾക്കുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും നല്ലത് മാത്രം ചിന്തിക്കുക, വിമർശന ബുദ്ധി എടുക്കരുത്. മനസ്സിലായില്ലേ? കൊനഷ്ട ചിന്തകൾ മനസ്സിനെടുത്ത് കളയുക, അതൊന്നും നല്ലതല്ല. ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.